ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ പുതിയ മാൻഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്കൊന്ന് കുറേ പരിപാടി ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമുക്കൊരു പുതിയൊരു ബോസിനെ മീറ്റ് ചെയ്യണം ഫസ്റ്റ്. അത് നമ്മുടെ മൈക്കിളുടെ വീട്ടിലാണ് ആളുള്ളത്. നമുക്കിപ്പോൾ നേരെ ഇവിടെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി കാണും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബൈക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ അവിടെ ഇരിക്കാൻ കാണാം, നമ്മുടെ ടെന്നീസ് കോർട്ടിൻ്റെ ബാക്കിൽ ഒരു ഡ്യൂക്ക് ഇരിക്കേണ്ടത്. അതാണ് നമ്മുടെ പുതിയ ബൈക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാൻഷൻ. ഇതൊരു അടിപൊളി മാൻഷനൊക്കെ തന്നെയാണ്. ഇവിടെ ടെന്നീസ് കോർട്ടുണ്ട്, പൂളുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഒരു സെറ്റപ്പ് മാൻഷനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോ ഇങ്ങോട്ട് തുടങ്ങിയേക്കാം ഗൈസ്. ഗൈസ് മൈക്ക് ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇത് ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മുടെ സിറ്റിയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് എടുത്ത് പോവാം ഗൈസ്. നമുക്കിപ്പോൾ 3 വണ്ടിയുണ്ട് സ്വന്തമായിട്ട്. നമുക്ക് ഒന്നുമില്ലാണ്ട് തുടങ്ങിയതാണ്. ഇതൊക്കെ നമ്മുടെ മൈക്കിളും ലെസ്റ്ററൊക്കെ ഹെൽപ്പ് ചെയ്തപ്പോൾ മേടിച്ചതാണ്. നമ്മുടെ ലംബോർഗിനി ഇത് ഇവിടെ വെയിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വെറുതെ കിടിലം വണ്ടിയുണ്ട് ഗൈസ്. ഞാൻ അധികം എടുക്കാറൊന്നുമില്ല, അതവിടെ കിടക്കട്ടെ എന്ന് കരുതി. പിന്നെ ഇതേ നമ്മുടെ ലാൻഡ് ക്രൂസർ. ഇത് വെറുതെ കിടിലം വണ്ടിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണത്. ഇതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് വെയിലത്തിട്ടേക്കാം. നമുക്ക് എന്തായാലും ബൈക്കൊക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇടാം. സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇട്ടേക്കാൻ വേണ്ടി വെറുതെ ഇട്ടേക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇന്ന് ബൈക്കുകൾ എടുക്കാൻ പോകണം നമ്മൾ. ഇന്നിപ്പോൾ കാറൊന്നും എടുക്കണില്ല, നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാറൊന്നും എടുക്കാത്തത്. നമുക്ക് നേരെ ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ മൈക്കിളുടെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. ഹെൽമെറ്റ് വെച്ചേക്കാം. ഹെൽമെറ്റൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കാൻ അത്ര സേഫല്ല. ആ കറുത്ത ഹെൽമെറ്റ് പൊളി. നമ്മുടെ മുടി പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ, എന്ത് സീനാണ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് നൈസായിട്ട് ഇറങ്ങാം. ഓ ഇത് കിടിലം ബൈക്കാണ് ഗൈസ്. ഇത് പുതിയ എക്സോസ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു ബൈക്കാണ്. ഓ ഇതേ മുകളിൽ നമ്മുടെ പ്ലെയിനൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നേരെ ഒട്ടും വൈക്കാൻ നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അല്ലെങ്കിൽ അവിടെ ഓടിച്ചെത്തുമ്പോഴേക്കൊരു സമയമാവും. അപ്പോൾ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ അവിടെ വെച്ച് കാണാം. അവകാശം നമ്മൾ ഓടിച്ചു നമ്മൾ മൈക്കിളിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് അവിടെ എത്താറായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മര്യാദയ്ക്കൊക്കെ ഓടിക്കാം. എങ്ങാനും ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറിച്ചവിടെയും പോയി ചാവും. അതിനേക്കാളും നമുക്ക് പതുക്കെ പോവാം. ഓക്കെ, നമ്മളിത് മൈക്കിളിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഈ ബൈക്ക് വെറുതെ ജെറ്റാണ്. ഓക്കെ, നമ്മുടെ പുതിയ ബോസ് അവിടെ നിൽക്കുകയാണ്. നമുക്ക് നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഒട്ടും സമയം കളയേണ്ടത്. നമുക്ക് മൈക്കിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് മിലിറ്ററി ഗേണിലാണല്ലോ. ഓക്കെ, മിലിറ്ററി ഗേണിലാണ് നമ്മുടെ പുതിയ ബോസ് നമ്മുടെ മൈക്കിൾ പറഞ്ഞത്. അത് നമുക്ക് എന്താ സംഭവം എന്ന് നോക്കാം. ഹലോ മൈക്കിൾ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ മിലിറ്ററി ഗേണിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് വിടാൻ പോകുന്നത്, മിലിറ്ററിയിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അവിടെ ഒരു അടിപൊളി കോൺസെപ്റ്റ് കാർ വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കത് വേണം, പുള്ളിക്കത് എന്ത് വില കൊടുത്താലും അത് വേണം. പക്ഷേ മിലിറ്ററിക്കാർ അത് വെറുതെ കൊടുക്കത്തില്ല. ബിക്കോസ് അവരുടെ ഒരു പ്രോജക്റ്റ് കാറാണ്. അത് നമുക്ക് എന്തായാലും മിലിറ്ററി ഗേണിൽ അത് ഒപ്പിച്ച് കൊടുക്കണം എന്നാണ് മിലിറ്ററി ഗേണിൽ പറയുന്നത്. വെച്ചാൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പുതിയ ജോബും കാര്യങ്ങളൊക്കെ പുള്ളി തരാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ പുള്ളിയൊന്നും തരത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത് നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ പോവാം. എയർപോർട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ലെസ്റ്ററിൻ്റെ ഒരു സ്ഥലമുണ്ട്, ഹെയർ ഹാങ്കർ. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒരു ജെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് വേണം നമുക്ക് അവിടെ പോകാം. ബിക്കോസ് നമ്മൾ അവിടെ മര്യാദക്കുള്ള റൂട്ടിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ അറ്റാക്ക് ചെയ്ത് തീർത്ത് കളയും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത് നേരെ ബൈക്ക് എടുത്ത് അങ്ങോട്ട് വിട്ടോളാൻ. അവിടെ ജെറ്റൊക്കെ റെഡി ആയിരിക്കും. നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിക്കോ. പിന്നെ ബാക്കി എൻ്റെ കയ്യിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് കോൺസെപ്റ്റ് കാറാണ് നമുക്ക് അറിയത്തില്ല. നമുക്കത് പോയി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും സ്ഥലമൊക്കെ നമ്മുടെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ലെസ്റ്ററൊക്കെ സാധനം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സാധനം എന്ന് വെച്ചാൽ നമ്മളൊരു എയർക്രാഫ്റ്റാണ്, ഒരു സൂപ്പർ ജെറ്റ് എങ്ങാണ്ടുമാണ് പുള്ളി അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും നമ്മൾ സാധാ വണ്ടി കൊണ്ട് പോയാലും. അത് മാത്രമല്ല അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെടിവെച്ച് ഇടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ഹാങ്ങർ. ഇവിടെയാണ് ലെസ്റ്റർ നമ്മുടെ എയർക്രാഫ്റ്റൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ 2 സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഏതെടുക്കണമെന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ. ഇപ്പോൾ എന്തായാലും നമ്മൾ ബൈക്ക് അവിടെ നൈസായിട്ട് പാർക്ക് ചെയ്ത് വെക്കുക ഗൈസ്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പോകാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഏത് വണ്ടി എടുക്കും ഗൈസ്. അപ്പോൾ ഹെൽമെറ്റ് ഒക്കെയാണ് നമ്മൾ ഇത്ര ദൂരം ഓടിച്ചത്. ഹെൽമെറ്റ് ഒക്കെയാണ് ആരും വണ്ടി ഓടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഇതെടുക്കുക ഗൈസ്. ഇതാണ് ഇതിനും കൂടി നല്ലതെന്ന് വെച്ചാൽ ഇൻ കേസ് ആരെങ്കിലും നല്ല വെടിവെച്ച് ഇടാൻ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ സാധനം ഉണ്ടെങ്കിൽ. അതാണെങ്കിൽ എന്തായാലും വെടിച്ച് നമ്മൾ കൊല്ലും. ഓക്കെ ഗൈസ്, നമ്മളിത് ഇതിലോട്ട് നിങ്ങൾ കയറുവാണ്. എന്നിട്ട് നേരെ നമുക്ക് പോകണം നമ്മുടെ ഫോർട്ട് സാൻകൂഡോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫോർട്ട് സാൻകൂഡ്. ഇവിടെയാണ് നമ്മുടെ മിലിറ്ററി കേണലിൻ്റെ മെയിൻ സ്ഥലം. പുള്ളി തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പുള്ളി തന്നെയാണ് നമുക്ക് ജോലിയും തരുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാനില്ല. നമുക്ക് അവർ പറയണ കേൾക്കാമെന്നുള്ളത് ഇപ്പം ഒന്നും ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇത് ആദ്യമായിട്ടാണ് ഇത്ര ഞാൻ പൊക്കുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും ഇത് ഓടിച്ചിട്ട് ഒത്തിരി ആളായി. GT ഓൺലൈനിൽ ഓടിച്ചതല്ലാണ്ട് എനിക്കിതിൽ അങ്ങനെ ഓടിക്കാറില്ല ഞാൻ ഈ സാധനം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ജെറ്റിൻ്റെ എൻ്റെ അമ്മേ സ്റ്റേ ലോ എയർഫീൽഡ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ ഇപ്പോൾ എത്താൻ 2-3 മിനിറ്റ് എടുക്കാം. നമുക്കപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും കാണാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്.
എൻ്റെ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പാരഷൂട്ട് ചെയ്യാം, അതായിരിക്കും ഇത് ഏറ്റവും നല്ല ഐഡിയ. ഇപ്പം എന്തായാലും സ്റ്റാർ ഒന്നും വന്നിട്ടില്ല, എനിക്ക് വേണം അവരുടെ ജെറ്റ് തന്നെ പോലത്തെ ജെറ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗൈസ്. ഇപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതുവരെ സ്റ്റാറൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ ഗൈസ്, നമുക്ക് പണി കിട്ടി. ഇത് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് എന്തായാലും ഇവിടെ ലാൻഡ് ചെയ്യാം ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല. വെച്ചാൽ അറ്റാക്കിങ് തുടങ്ങി അവർ ഓൾമോസ്റ്റ്. നോ ഫ്ലൈ സോണാണ്. ബ്രേക്ക്. ഓക്കെ, പണി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതെന്താണ് എൻ്റെ മോനെ, ഇത് ഫുള്ള് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടാ ഗൈസ്. നമ്മളിപ്പോൾ എന്തായാലും ചാവണ്ടാണ്, കവർ ചെയ്ത് അടിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും കൊല്ലും. എവിടെയെങ്കിലും പൊളിച്ചേക്കാം ഗൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തീരും. എൻ്റെ മോനെ, അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. ഇതേ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇതെന്താണ് പറന്ന് കിടക്കുന്നത്? അയ്യോ, പണി പാടി ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു വണ്ടി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഓൾമോസ്റ്റ് പെട്ടുണ്ട്. 1 സ്റ്റാർ ഉള്ളില്ലെങ്കിലും എൻ്റെ മാപ്പിൽ നിങ്ങൾ കണ്ടല്ലോ എത്ര ആൾക്കാരാണ് അവിടെ പുറകെ ഉള്ളത്. നമുക്ക് പതുക്കെ അടിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ തീരത്തില്ല. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം ഗൈസ്, നമുക്ക് പോകാൻ സീനില്ല. ഓക്കെ, ഇവിടെ എന്തായാലും ഹൈഡ് ചെയ്ത് നിൽക്കാം ഗൈസ്. ഇത് നല്ലൊരു കവർ കിട്ടി നമുക്ക്. ഓക്കെ, അയാളെ തീർത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി പവറുള്ള ഗണ്ണിന് എടുക്കാം. ഇവിടെ എടുത്ത് നിൽക്കണ്ടല്ലോ. ഓക്കെ, അവൻ തീർന്നു. ഓക്കെ, ഇവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ തലയല്ലേ. അവനെ തീർത്ത്. എൻ്റെ മോന് ഹൈഡ് ചെയ്തോ ഗൈസ്. ഇത് ഇത്തിരി സീനാട്ടോ. നമ്മുടെ മിലിറ്ററികളിൽ പറഞ്ഞ പോലെ ഒന്നും അല്ല സംഭവം. ഞാൻ ഇത്ര ആൾക്കാരുണ്ടാവും എന്ന് കരുതിയില്ല. ഇപ്പോൾ ടാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്തായാലും, അത് വേറെ കാര്യം. ഇവിടെ ആളുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അവനെ തീർത്ത്. ഇത് മറൈനാണ്, ഇത് സാധാരണ മിലിറ്ററി ഏരിയ ആണ്, പക്ഷേ ഇവിടെ മറൈൻസ് ഉണ്ട് കുറേ. നമ്മുടെ മാപ്പിൽ ഇവിടെ ആളുണ്ടെന്നാണല്ലോ കാണിച്ചേക്കണേ. ഇവിടെ ആളില്ല. നമുക്ക് പെട്ടെന്ന് നേരെ പോയി വണ്ടി എടുക്കാം ഗൈസ്. ഫുൾ പ്രശ്നമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റി. ഇനി ഇവിടെ എക്സിറ്റ്. എൻ്റെ മോൻ, ഇത് തന്നെ വണ്ടി കിട്ടോ ഗൈസ്. ഇത് ഏതാ വണ്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാലും നമുക്ക് ഈ വണ്ടി എടുക്കാം. അവഞ്ചറോ ഇത്? ഓക്കെ ഗൈസ്, ഇത് എനിക്ക് വേണം നമ്മുടെ സൈബർ പങ്കിലെ വണ്ടിയാണ്. കോഡ്ര വിടെക് എന്നാണ് ഈ വണ്ടിയുടെ പേര് ശരിക്കും. ഓക്കെ, എൻ്റെ ഇത് ഫുള്ള് ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറ്റത്തൊന്നുമില്ല. എൻ്റെ മോൻ, ഇതൊക്കെ ആരാ റോട്ടി കൊണ്ടിട്ടത്? ഓക്കെ ഗൈസ്, നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് നേരെ പുറത്തോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് പുറത്തെത്തിയിട്ടുണ്ട്. അവരൊന്നും അധികം വന്നിട്ടെന്ന് വെച്ചാൽ ഇത് സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് പൊട്ടത്തില്ല. നമ്മൾ എത്ര വീഡിയോ വെച്ചാലും 1 സ്റ്റാർ വാണ്ടഡ് ലെവലുള്ളൂ. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് നേരെ ഇത് വണ്ടി അവിടെ കൊണ്ട് കൊടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. 1 സ്റ്റാർ കളയുകയും ചെയ്യണം. മുമ്പിലൊരു പോലീസും ഉണ്ട്, നമുക്ക് ഇത്തിരി പതുക്കെ പോകാം. അല്ലെങ്കിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളെ പൊക്കും. അപ്പോൾ നമുക്ക് ഇത്തിരി പതുക്കെ പോകാം. ഇവിടെ ലൈറ്റ് നോക്കി, എന്താണിത്? ട്യൂബ് ലൈറ്റാണ് ബാക്കിൽ. അകത്ത് ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഇൻറ്റീരിയറൊക്കെയാണ് വണ്ടിക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ ഇത് അൾട്ര. ഓക്കെ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. തന്നെക്ക് ഇങ്ങനെ എസ്കേപ്പ് ആയതാണ്, എനിക്കൊരു പിടിയില്ല എങ്ങനെ എസ്കേപ്പ് ആയെന്ന്. ലൈറ്റൊക്കെ മിന്നുണ്ടല്ലോ. ഇവിടെ ട്രാക്കറൊക്കെ ഉണ്ടാവും ഈ സാധനത്തിന്. എന്തായാലും വണ്ടി കൊള്ളാം, വണ്ടി ഒരു ബീസ്റ്റ് വണ്ടി തന്നെയാണ്. അതൊക്കെ നേരെ ഒട്ടും വൈകാൻ നമ്മുടെ മൈക്കിളിൻ്റെ വീണ്ടും കൂടെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ മൈക്കിളിൻ്റെ ഉള്ളിലൂടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ മിലിറ്ററി കാണിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നൈസായിട്ട് അവിടെ പോയി എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുക. ഈ വണ്ടി എന്തായാലും ഇപ്പോൾ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മിലിറ്ററികളുടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും നൈസായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക ഗൈസ്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടണം, അതിൻ്റെ അകത്ത് വേണ്ട, അത് റിസ്ക്കാണ്. നമുക്ക് ബാക്കിലോട്ട് വല്ലതും കൊണ്ടിടാൻ നോക്കാം. ഈ വണ്ടി ഇടിക്കേണ്ട വരുമല്ലോ. ഇത് കുറച്ച് മുമ്പിലോട്ട് നീക്കിയിടാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വണ്ടി നീക്കിയിടാം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. അവരെവിടെ പോയോ? അവിടെ നിൽക്കാനുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നോക്കിയാൽ ഗൈസ് ഫുൾ വൈറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി വണ്ടിയാണ്, നല്ല പൈസ കൊടുത്ത് മേടിച്ച വണ്ടിയായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ പതുക്കെ റിവേഴ്സ് എടുക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടാണല്ലോ. വണ്ടി എങ്ങനെ അവിടെ എത്തി? അതെന്ത് സംഭവം? അതെനിക്ക് തോന്നുന്നത് ഗെയിമിൻ്റെ ഇതാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഈ വണ്ടി ഇവിടെ സ്പോൺ ആവാൻ വേണ്ടി അങ്ങോട്ട് മാറ്റിയതാണ്. ഞാനും പഠിച്ചെന്ന് വിചാരിച്ചു ഈ വണ്ടികളൊക്കെ ഇങ്ങോട്ട് പോയിരുന്നു. ഗൈസ്, നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് ഇടാം. ഇവിടെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. എന്തായാലും വണ്ടി കൊള്ളാം കേട്ടോ. വണ്ടി ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ്, സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി അവർ പറഞ്ഞ പോലെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടോ വന്നിട്ടുണ്ട്. അതൊക്കെ മിലിറ്ററികളുടെ അടുത്ത് എന്തായാലും കാര്യം പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ മിലിറ്ററികളിൽ എന്തായാലും നമുക്ക് ഒരു അടിപൊളി അപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ജോബ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷേ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ഭാഗ്യം കാരണം നമ്മുടെ എയർക്രാഫ്റ്റ് അതിൻ്റെ അകത്തോട്ട് പോയി വീണത്.
അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വെടിവെച്ച് കൊന്നേനെ. അപ്പോൾ അത് അധികം ഗൺ ഷോട്ട്സ് നമുക്ക് എടുക്കേണ്ട വന്നില്ല, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്റ്റോറി മോഡ് മാത്രമേ നമ്മൾ മോഡ്സും കളിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു മോഡ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കും. നമ്മൾ ഓൺ ദ റോഡ് ടു 10K ആണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.